അപ്പോൾ ഇപ്പോൾ സ്വരൂപ് പറഞ്ഞതിനകത്ത് ഞങ്ങളിത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. അപ്പോൾ ഞാനൊരു ആമുഖമില്ലാതെ പറയാനുള്ള കാര്യത്തിലേക്ക് വരുവാണ്. അപ്പോൾ ഞാനും സ്വരൂപും ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയധികം കാലമായി. ഞങ്ങൾ പരിചയപ്പെട്ടത് തന്നെ ഒരു ആക്സിഡൻ്റായിട്ട് പരിചയപ്പെട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും പറയുന്ന ആശയങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് എന്താണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറയാം. ഈ വെർച്വൽ ഗ്രൂപ്പ് ഫാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സ്വരൂപിൻ്റെ വായിന്ന് വന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് ഫാമിംഗ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ പലയിടത്തും നമ്മൾ പലപ്പോഴായിട്ട് കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല സംഘടനകളുടെ ഭാഗമായിട്ടും സൊസൈറ്റികളുടെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഗ്രൂപ്പ് ഫാമിംഗ് കൺസെപ്റ്റ്. പക്ഷേ അത് പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കർഷകർ തമ്മിൽ ശരിക്കും കർഷകർക്ക് ചെറിയ രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആശയം ഉണ്ടാകും. അപ്പം ഞാൻ കൃഷി ചെയ്യുന്ന അതേപോലെയല്ല എൻ്റെ തൊട്ടടുത്തുള്ള പാടത്തിലുള്ള കർഷകൻ കൃഷി ചെയ്യുന്നുണ്ടാവും. ചെറിയ വ്യത്യാസം ഉണ്ടാകും. കാരണം അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആശയം ഉണ്ടാകും. ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കർഷകൻ പോലും അറിയാതെ നമുക്കത് ഗ്രൂപ്പ് ഫാമിംഗ് ആക്കി എടുക്കാൻ പറ്റും. കാരണം ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലാണിത് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് ഗ്രൂപ്പ് ഫാമിംഗ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ആളുകൾ ജീവിക്കുന്നത് കൃഷി ഒരു ഉപാധിയായിട്ട് വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ളത് കർഷക തൊഴിലാളികളാണ്, അല്ലേ? അപ്പം നമുക്ക് ഒരു സ്റ്റെപ്പ് ഒരടി നമുക്ക് മുമ്പോട്ട് വെക്കുന്നത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് വെക്കാൻ പറ്റിയാൽ ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ഒരു 10-30 വർഷം മുമ്പ് സാക്ഷരത എങ്ങനെയാണോ നമ്മുടെ നാടിനെ വേറൊരു ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റിയത്, ഇന്ന് അതിനേക്കാട്ടിലും വലിയൊരു ഡിസബിലിറ്റിയാണ് ഡിജിറ്റൽ സാക്ഷരത, അല്ലെങ്കിൽ ഡിജിറ്റൽ സാക്ഷരത ഇല്ലായ്മ എന്ന് പറയുന്നത്. അപ്പം എഴുതാനും വായിക്കാനും നമ്മൾ അന്ന് എങ്ങനെ പഠിച്ചോ, നമ്മുടെ സമൂഹം അന്ന് എങ്ങനെ പഠിച്ചോ, അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടായോ അതിലും ഒരുപാട് വലിയ മാറ്റങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിത നിലവാരത്തിൽ കൊണ്ടുവരാൻ പറ്റുക നമുക്ക് ഡിജിറ്റലി സാക്ഷരരാകുന്നതുകൊണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആവശ്യം മാത്രമല്ല, ശരിക്കും അത് ഇല്ലാതിരിക്കുന്നത് വലിയ അപകടമുള്ളൊരു സംവിധാനം കൂടെയാണ് ഇന്നത്തെ അവസ്ഥയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുന്ന സെഷൻസിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. ഞാനും സംസാരിക്കുന്നുണ്ടാവും, ശ്രേയ ഉണ്ടാവും, അരുൺ രവി ഉണ്ടാവും. പിന്നെ ഇവിടെ വരാൻ ഉള്ള അവസരം കിട്ടിയതിന് ഞാൻ ശരിക്കും നന്ദി പറയുകയാണ്. സ്വരൂപിനോടും ആലത്തൂർ ഫാമർ പ്രൊഡ്യൂസർ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റിയോടും ശരിക്കും നന്ദി പറയുകയാണ്. കാരണം നന്നായി നടക്കണമെന്ന ആഗ്രഹമുള്ള ഒരു വിഷനുള്ള ഒരു വീക്ഷണമുള്ളൊരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് കൂടെ കിട്ടുമ്പോഴാണ് എത്ര നല്ലൊരു ആശയമാണെങ്കിലും എത്ര നല്ലൊരു പദ്ധതിയാണെങ്കിലും അതിലെന്തെങ്കിലും കായ്ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നതും അഭിമാനമായിട്ട് തോന്നുന്നു. അതിന് നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മളിവിടെ ഉദ്ഘാടനം നടത്താനായിട്ട് എത്താൻ പോകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA സുമോദ് സാർ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരിയായ ബ്ലോക്ക് പ്രസിഡന്റ്, മറ്റ് FPOയുടെ നേതാക്കളെ, അതുപോലെ ഡിജിറ്റൽ ലിറ്ററസിയുടെ സാങ്കേതിക വിദഗ്ധരെ, സഹപ്രവർത്തകരെ, അതുപോലെ തന്നെ കർഷക സുഹൃത്തുക്കൾ. ആലത്തൂർ FPO സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം, അതായത് 10,000 ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കുന്ന ആ പദ്ധതിയുടെ ഒരു നടത്തിപ്പുകാരൻ എന്നുള്ള രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിൻ്റെ ചിഹ്നമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെയൊക്കെ ഇടയിൽ 750 കർഷകർക്ക് വേണ്ടിയുള്ള നമ്മുടെ ഇക്വിറ്റി ഗ്രാൻറ്റ് വാങ്ങിച്ച ഒരു സഹകരണ സംഘം, അതുപോലെ തന്നെ 1000-ന് മേളിൽ 1200ഓളം മെമ്പർമാരുള്ള ഒരു ശക്തിയുള്ള ഒരു സഹകരണ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുക ഒരു FPOയുടെ ശക്തി. ആദ്യത്തെ നോക്കുന്നത് എത്ര അംഗങ്ങളുണ്ടെന്നുള്ള, പിന്നെ അടുത്തതായിട്ട് എത്ര ടേൺ ഓവർ ഉണ്ടെന്നുള്ള, ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിലേറ്റവും ശക്തമായ ഒരു സഹകരണ സംഘം ഓൾ ഇന്ത്യ ലെവലിൽ പോലും അവിടെ നിന്ന് നമുക്ക് വിളിച്ചു ചോദിക്കുന്ന ഒരു FPO ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ NCDC ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആലത്തൂർ അവർക്ക് ഈ കറക്റ്റ് പേരറിയില്ല, ആലത്തൂർ എന്നൊക്കെ പറയാം. പക്ഷേ അവർ കൃത്യമായിട്ട് അവർക്ക് ഈ ഒരു പേര് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എന്തായാലും നമുക്കൊരു അഭിമാനമായിട്ടുള്ള ഒരു ആലത്തൂർ പല പരിപാടികളും നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടത്ര സക്സസ് കിട്ടിയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലും ഇപ്പോൾ അമ്പലത്തിൻ്റെ സപ്ലൈ കുറേ കാലം നമുക്ക് നന്നായിട്ട് നടത്താൻ പറ്റി. അതിൽ ചില പ്രതിബന്ധങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക്, മെഡിസിൻ പ്ലാന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി. അതും വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും അതും ഒക്കെ അടിത്തറ പാകാനായിട്ട് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസാഫിൻ്റെ പദ്ധതികളായിട്ടുള്ള ഒരു വാഴക്കുല ഒരു വീട്ടിൽ നമുക്കതൊരു നല്ല ക്യാമ്പയിനായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റി. അങ്ങനെ നവങ്ങളായിട്ടുള്ള വളരെ ഭാവനാപൂർണമായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യാനും അത് നടപ്പിലാക്കാനും ശേഷിയും ക്ഷേമുഷിയുമുള്ള ഒരു ഡയറക്ടർ ബോർഡും
അതിനോട് ഒത്തുചലിക്കുന്ന യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലാത്ത 1200ഓളം മെമ്പർമാരുമാണ് നമ്മുടെ FPOയുടെ കരുത്ത് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ മുതൽക്കൂട്ടും നമ്മുടെ അടിത്തറയും അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് പറയുണ്ടായി, അതായത് നമ്മൾ മുട്ടക്കോഴിയൊക്കെ ഇങ്ങനെ ഒരു ലേറ്റ് മുട്ടക്കോഴി കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് മഹാഭാരതത്തിലൊരു കഥയുണ്ട്. അതായത് ഈ കുന്തിയും മറ്റേ രണ്ടുപേരും ഗർഭിണികളായി, ഗാന്ധാരി. കുന്തി കറക്റ്റ് സമയത്തിനാണ് പ്രസവിച്ചത്, പക്ഷേ ഗാന്ധാരിയുടെ തിരക്ക് കൂട്ടി ഇടിച്ചു വിളിച്ചൊക്കെ പ്രസവിച്ചപ്പോൾ അതൊരു മാംസപിണ്ഡമായിട്ടാണ് പുറത്ത് വന്നത്. പിന്നെ അത് വ്യാസൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പീസാക്കി 101 കുടത്തിലേക്ക് ഇട്ട് വെച്ച് നമ്മുടെ ആ ക്ലോണിങ് വിദ്യയിലൂടെയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പുത്രന്മാരൊക്കെ വളരെ ദുഷ്ടന്മാരായിട്ട് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് പ്രസവിച്ചാലേ കൃത്യമായിട്ട് അത് നടക്കുകയുള്ളൂ. നമ്മൾ തിരക്ക് കൂട്ടി വന്ന ഈ മാങ്ങയൊക്കെ നിങ്ങൾ ചവിട്ടി പഴുപ്പിച്ച് വയ്ക്കുക, അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കൃത്യമായിട്ട് പഴുത്ത് വരണം, അതിൻ്റെ സ്വാഭാവികമായ സമയം എടുത്ത് പഴുത്ത് വരണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വളരെ അതാണ് പറഞ്ഞത്. ഈ ആ ഒരു പദ്ധതി എന്ന് വെച്ചാൽ നമുക്കറിയാം വേറെ എവിടെയും നടത്താത്തൊരു പദ്ധതിയാണ്. അപ്പോൾ അത് വളരെ അതിൻ്റെ തൊട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ ഓരോ വേദനകളും കണ്ടറിഞ്ഞിട്ടാണ് വരുന്നത്. അതിന് വരുന്ന പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്ന് നമ്മളിപ്പോൾ ജനുവരി 15-നുള്ളിൽ നിങ്ങൾക്ക് ആദ്യത്തെ ബാച്ച് കോഴികളെ തരാനുള്ള എല്ലാ സംവിധാനവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു 50 പേർക്ക് അത് കൊടുത്തുകൊണ്ട് തുടങ്ങാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് അടുത്ത ബാച്ചുകളും കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട. ഞാൻ നെന്മാറയിൽ അതിൻ്റെ ഒരു യോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആശങ്ക വേണ്ട. അത് വരുന്നതോടുകൂടി നമ്മുടെയൊക്കെ വാസ്തുവിൽ FPOയുടെ ഒരു മേഘന കാർട്ടയായിട്ട് മാറാൻ പോവാണ്. കർഷക വീട്ടമ്മമാർക്ക് ഒരു വരുമാനം, സ്ഥിരമായിട്ടുള്ളൊരു വരുമാനവും അവർക്ക് വേറെ ബോധറേഷൻ ഇല്ലാതെ നമുക്ക് അതിൻ്റെ കൃത്യമായ സപ്ലൈ എപ്പോഴും കിട്ടുന്ന രീതിയിൽ. അപ്പോൾ അതിന് ഒക്കെ ആ ഒരു ചിക്കാൻ പിടിച്ച് നമ്മളിനി FPOയുടെ എല്ലാ അംഗങ്ങളായിട്ട് എന്നും നിരന്തരമായിട്ട് ബന്ധപ്പെടാൻ പോവാണ്. അതിൻ്റെ ഒരു നാന്ദിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് കണ്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് കീടനാശിനികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു കർഷകൻ കടയിൽ ചെന്നാൽ അവിടെ ഉള്ള കീടനാശിനിയാണെന്ന് വെച്ചാൽ അതെടുത്ത് കൊടുക്കുകയാണ്. ഏത് കേട് പറഞ്ഞാലും കുഴപ്പമില്ല, ആ കടയിലുള്ളത് എടുത്ത് കൊടുത്ത് അടിച്ചോളാൻ വരെ 3-4 കൊടുക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാത്തിനും കൂടി പെടാനായിട്ട്. അപ്പോൾ അതല്ല നമ്മുടെ FPOയുടെ ഉദ്ദേശം. കർഷകൻ്റെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള കീടനാശിനി ആവശ്യമായ ഡോസിൽ ആവശ്യമായ സ്ഥലത്ത് ആവശ്യമായ സമയത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത്. അതും അവരുടെ ഡോർ സ്റ്റെപ്പിൽ അവരുടെ പാടത്ത് എത്തിച്ചുകൊണ്ട് ഒരു വളരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ FPOയുടെ ഞാനിത് വളരെ ഒരു റൈറ്റപ്പായിട്ട് നമ്മുടെ ആ FPOയുടെ വേളിൽ വിടാൻ പോവാണ്. ഈ FPO ചെയ്ത ഈ ഒരു നല്ല കാര്യത്തെ മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്ന രീതിയിൽ നമ്മൾ റൈറ്റപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അത് കൊടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം. പിന്നെ ഡിജിറ്റൽ ലിറ്ററസിയെ പറ്റി പറയേണ്ട കാര്യമില്ല, നേരത്തെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ പണ്ടൊക്കെ വിദ്യാഭ്യാസം ഇല്ലയെന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി ഇല്ലെങ്കിൽ പണ്ട് പറയില്ലേ, നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവാൻ. എനിക്കതൊന്നും മനസ്സിലായില്ല. വിദ്യ ഇല്ലെങ്കിൽ എന്താ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായി, വിദ്യ ഇല്ലാത്തൊരു മനുഷ്യൻ അവിടെ ഇവിടെയൊക്കെ കെട്ടിപ്പെട്ടിരിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൗണിലേക്ക് ഇറങ്ങിയ ബസ്സിൻ്റെ ബോർഡ് നോക്കാൻ പറ്റില്ല. അതിനൊക്കെ ഓരോരുത്തരോട് ചോദിക്കണം. ഓരോ കാര്യത്തിനും നമ്മൾ ബന്ധനസ്ഥരാണ്. അതാണ് അതിൽ നിന്ന് സ്വതന്ത്രനാവണമെങ്കിൽ നമുക്ക് വിദ്യ വേണം. അത് കുറച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ വേറൊരു അസ്വാതന്ത്ര്യത്തിലാണ്. നമുക്ക് കൃത്യമായി ഡിജിറ്റൽ ലിറ്ററസിയിലേക്ക് നമ്മൾ ആകെ പരിങ്ങല്ല അല്ലേ. ഒരു ബാങ്കിൽ ചെന്നാൽ നമ്മളവിടെ കിയോസ്ക് ഉണ്ടാവും. ആ കിയോസ്കിൽ നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഒന്നും അറിയില്ലെങ്കിൽ തപ്പി ആരാണ് എന്നുള്ള സഹായം തേടേണ്ടി വരും. നമ്മുടെ മൊബൈലിൽ തന്നെ എന്തെല്ലാം അനന്തമായ സാധ്യതകളാണ്. അത് പക്ഷേ അറിയാത്തവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ചൊറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ അറിയാമെന്ന് പറഞ്ഞാലും കമ്പ്യൂട്ടറിൽ നമുക്ക് അറിയാത്ത അനന്തമായ കാര്യങ്ങളാണ് ഉള്ളത്. ഓരോന്ന് പോകുമ്പോഴാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് എത്രമാത്രം കുറവാണ് നമ്മൾ അറിയുന്നതെന്നുള്ളത്. അപ്പോൾ ഈ പഠനം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ അവസാനിപ്പിക്കേണ്ടതല്ല. പഠിക്കണം നാം എന്നെന്നും കാര്യം വിട്ട് കളിക്കൊല. പഠനം മതിയാക്കിയിടാം. എപ്പോഴാണ് പഠനം മതിയാക്കുക? ജീവൻ മേനി വിടുന്ന നാൾ കേട്ടോ. വടിയായാൽ പിന്നെ നിങ്ങൾ പഠിക്കണ്ട. അത് ആരെങ്കിലും ചോദിച്ചാൽ റോയ് സാർ പറഞ്ഞിട്ടുണ്ട് ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മരിക്കുന്ന ദിവസം വരെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കിവിടെ ഒരു വളരെ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കൂടെ
എന്തൊരു കാര്യത്തിനും എന്തൊരു കൃത്യനിഷ്ഠയും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ ഇന്നിവിടെ ഇല്ല. വളരെ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യോഗത്തിന് വന്നാലും ഒക്കെ വളരെ കൃത്യനിഷ്ഠയോടെ മാത്രമല്ല കാര്യമാത്ര പ്രസക്തമായി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം. നമ്മുടെ FPOയുടെ സെക്രട്ടറി ആയിട്ട് ഇത്രയും നാൾ ചുമതല വഹിച്ചിരുന്ന ആ ഒരു വ്യക്തിത്വം നമ്മുടെ അവിടെ ഇല്ല. ആ ഒരു കുറവിന്ന് വളരെ മുഴച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ അവിടെ. എന്തായാലും പല കാര്യങ്ങൾക്കും നമുക്ക് തടയില്ലല്ലോ. നല്ല മനുഷ്യരെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് വിചാരിക്കാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം കുറച്ച് കാലം നികത്തപ്പെടാതെ തന്നെ കിടക്കും നമ്മുടെ ആ ഒരു വിടവ്. എന്തായാലും കാലക്രമത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ഉള്ളൊരു ആദരാഞ്ജലി അർപ്പിക്കാൻ കൂടി ഞാൻ ഈ ഒരു വേദി ഉപയോഗിക്കുകയാണ്. ഏതായാലും നമുക്ക് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച FPOയെ അഭിനന്ദിക്കുന്നു. മാത്രമല്ല മറ്റ് FPOകൾക്ക് നല്ലൊരു മാതൃകയായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നമ്മുടെ ഇസാഫ് കുറേയധികം കാര്യങ്ങൾ FPOയ്ക്ക് വേണ്ടി മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ കൂടെ നമുക്ക് FPOയിലൂടെ സഞ്ചരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ FPOയ്ക്ക് സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഇസാഫിന് വാസ്തവത്തിൽ 5 കൊല്ലത്തെ ഡ്യൂട്ടിയാണ് തന്നിരിക്കുന്നത്. 5 കൊല്ലം ഇവരെ വളർത്തണം, നമ്മൾ കൈപിടിച്ച് നടത്തണം. അത് ആ കുട്ടിയെ വെള്ളം തോർന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി. പക്ഷേ 5 വർഷമല്ല, അതിന് ശേഷവും നമ്മുടെ ഈ FPOയെ പാലിക്കാനും അവരെ മുമ്പോട്ട് ഉന്നതമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനും ഇസാഫ് പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ഞങ്ങളുടെ MD പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ MDയുടെ ഒരു സ്ഥലം കൂടിയാണ് ഈ FPO. ഇസാഫിൻ്റേതായിട്ടുള്ള എല്ലാ സഹകരണവും നിങ്ങൾക്ക് തുടർന്നുള്ള നാളുകളിലും ഉണ്ടാവും, സഹായവും ഉണ്ടാവും. ഇസാഫിന് ചെയ്യാവുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ FPOയുടെ അഭ്യുന്നതിക്കായി ചെയ്യും. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. 5 കൊല്ലം വെച്ച് അവസാനിപ്പിക്കുകയല്ല, അനന്തമായിട്ട് തന്നെ നമ്മുടെ FPOയെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ഇസാഫിൻ്റെ ഭാവനയിലുണ്ട്. അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ലോണും നമ്മുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ടും ഇതൊക്കെ ഇസാഫ് ബാങ്ക് ഇപ്പോൾ സജ്ജമായി. പണ്ടതില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റുകൾ കിട്ടാനും ഒക്കെ ആവശ്യമാണ്. പിന്നെ റിപ്പബ്ലിക് ഡേ പരേഡ് വരുന്നുണ്ട്. റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കേണ്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റൊക്കെ ഞങ്ങളോട് ചോദിച്ചിരുന്നു, നിങ്ങളുടെ FPOയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങളുടെ FPOയുടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേർക്ക് റിപ്പബ്ലിക് ഡേക്ക് പോകാൻ പറ്റും. അത് നമ്മുടെ NCDC നമുക്ക് ചെയ്യുന്നൊരു സഹായമാണ്. ഏതായാലും നമ്മുടെ FPOയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും ഈ 2 പരിപാടിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഇസാഫിൻ്റെ ഭാഗത്തു നിന്നും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്. ഞാൻ ഈ FPOയുടെ പ്രവർത്തന പരിധിയിലുള്ള കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ അധിവസിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 24 വർഷമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷീരവികസന വകുപ്പിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു. നെന്മാറ ക്ഷീരവികസന ഓഫീസറായിട്ട് കഴിഞ്ഞ മെയ് 31 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ആലത്തൂർ FPOയുടെ CEO ആയിട്ട് എന്നെ ചുമതല ഏൽപ്പിക്കുന്നത്. ആദ്യമേ തന്നെ ഇത്രയും ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത ആലത്തൂർ FPOയുടെ ബഹുമാനരായ ബോർഡ് മെമ്പർമാരോട് എനിക്കുള്ള കടപ്പാട് ഞാൻ അറിയിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ക്ഷീരവികസന മേഖലയിലാണ് എനിക്ക് പ്രവർത്തന പരിചയമുള്ളത്. ആലത്തൂർ FPOയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള അല്പസമയം ആവശ്യമാണ്. അത് മനസ്സിലാക്കിയെടുത്ത് എത്രയും വേഗം തന്നെ അത് ചെയ്ത് ഇവിടെ ബഹുമാന്യയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള കാലതാമസങ്ങൾ പരമാവധി ഒഴിവാക്കാനും ആലത്തൂർ FPOയുടെ ഭരണസമിതി അംഗങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഏറ്റവും ശരിയായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇവിടെ റോയ് സാർ പറഞ്ഞ പോലെ ഒരു മാതൃകാ FPO ആയിട്ട് ആലത്തൂർ FPOയെ വളർത്തിയെടുക്കാൻ എന്നാലാവുന്ന എല്ലാ പരിശ്രമങ്ങളും ഉണ്ടാവുമെന്ന് ഇതിലെ അംഗങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും എന്നാലാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവുമെന്ന് ഈ ഭരണസമിതിക്കും ബോർഡ് എല്ലാ അംഗങ്ങൾക്കും ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കിട്ടിയ ഈ അവസരത്തെ ഒരു ഭാഗ്യമായി കരുതി നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ നമ്മുടെ FPOയുടെ പ്രസിഡന്റ് ബാബുട്ടൻ, ഉദ്ഘാടനം ചെയ്യപ്പെട്ട കീടനാശിനികളുടെ ഡോർ ഡെലിവറി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദരണീയായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, വേദിയിലെ ബഹുമാന്യരെ, മറ്റ് കർഷക സുഹൃത്തുക്കളെ, ഇവിടെ ക്ലാസ് എടുക്കുന്നതിന് എത്തിയിരിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ 2 പ്രോഗ്രാമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ 2 പ്രോഗ്രാമിലെയും പ്രസക്തിയെക്കുറിച്ച്, അനിവാര്യതയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ
എൻ്റെ മുമ്പിൽ പ്രസംഗിച്ച മുഴുവൻ ആളുകളും പറഞ്ഞു കഴിഞ്ഞു. നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നുള്ളതുകൊണ്ട് ഇത് കഴിയുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കണം, ഇരിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു ആവശ്യമായതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ ആദരണീയനായ തരൂർ MLA ശ്രീ PP സുമോദാണ്. അദ്ദേഹത്തിന് മറ്റൊരു തിരക്ക് ഉള്ളതുകൊണ്ടാണ് വരാൻ വൈകുന്നത്. എന്തായാലും വന്ന ഉടനെ നമുക്കത് ഉദ്ഘാടനം ചെയ്യാം. എന്നാലും ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ തന്നെ ബഹുമാനപ്പെട്ട MLAക്ക് ഈ നമ്മുടെ FPOയുടെ പേരിലും ഓരോരുത്തരുടെ പേരിലും ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ കീടനാശിനി വീടുകളിലെത്തിക്കുക എന്നുള്ളത് ഒരു പുതിയ പ്രോഗ്രാമാണ്. എന്തായാലും അത് വിജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് FPOയ്ക്കുള്ളത്. അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആദരണീയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി രജനി ബാബു അവர்களാണ്. അവരെ സ്നേഹത്തോടു കൂടി FPOയുടെ പേരിലും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും നന്ദി അറിയിക്കുകയാണ്. മറ്റൊന്ന് ഇവിടെ നമ്മുടെ അധ്യക്ഷൻ ബാബുവേട്ടൻ ഈ FPOയുടെ ഒരു വിജയത്തിന് നേതൃത്വപരമായ പങ്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം ഒരുപാട് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ഇതിനൊപ്പം നിൽക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു വിജയമാണ് ഈ FPOയുടെ. അദ്ദേഹത്തിനും വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞത് നമ്മുടെ FPOയുടെ വൈസ് പ്രസിഡൻറ്റ് സുരേന്ദ്രനാണ്. അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ശ്രീ അരുൺ B, അതുപോലെ തന്നെ രജീഷ് എന്നിവരെയും അതുപോലെ തന്നെ അവരോടൊപ്പം വന്നിരിക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ റോയ് സാറ് നമ്മുടെ ഒരു ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു എല്ലാ ഘട്ടങ്ങളിലും എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങളെ നയിക്കുന്നത് എന്ന് പറയാം. നമുക്ക് ഐസാഫിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും വളരെ നന്നായി നമുക്ക് ആ കാര്യങ്ങൾ നടത്തി തരുന്നത് റോയ് സാറാണ്. റോയ് സാറിനും നമ്മുടെ FPOയുടെ പേര് നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തീരുമാനിച്ച നമ്മുടെ CEO ഞങ്ങൾ പരിചയപ്പെട്ടു, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡയറക്ടർമാർ, മറ്റ് വന്നിരിക്കുന്ന കർഷകർ, ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരെയും വളരെ സ്നേഹത്തോടുകൂടി FPOയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ AV ബാബു, അതോടൊപ്പം വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇവിടെ വളരെ കാലോചിതമായ ഒരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവിൽ കാർഷിക മേഖലക്കകത്ത് വിവര സാങ്കേതിക വിദ്യയുടെ വർത്തമാനകാല സവിശേഷതകൾ സ്വയം മനസ്സിലാക്കാനും അത് തങ്ങളുടെ മേഖലയിൽ നടപ്പിലാക്കാനും ആവശ്യമായ നിലയിലേക്ക് പ്രധാനപ്പെട്ട കർഷകരാണ് ഇവിടെ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്ക് കാർഷിക മേഖലയിൽ എത്രയോ പതിറ്റാണ്ടുകളായി ഊന്നി നിൽക്കുന്നൊരു ഭൂപ്രദേശം. നമ്മുടെ ജില്ലയുടെ പ്രത്യേകത സങ്കരമായ ഒരു സാംസ്കാരിക പരിസരം പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. ഇപ്പോൾ ജില്ലയുടെ പടിഞ്ഞാറ മേഖല, അതും ഇങ്ങോട്ട് മാറി ഒറ്റപ്പാലം ഉൾപ്പെടെ വരുന്ന വള്ളുവനാടൻ മേഖല, അങ്ങനെ വ്യത്യസ്ത മേഖലകളാണ്. എന്നാൽ നമ്മുടെ ആലത്തൂർ താലൂക്കിൻ്റെ ഭൂപ്രദേശങ്ങളെ, വിവിധ പഞ്ചായത്തുകളെ വ്യത്യസ്തമാക്കുന്നത് യഥാർത്ഥത്തിൽ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ എത്രയോ വർഷക്കാലമായി, പതിറ്റാണ്ടുകളായി മണ്ണിൽ നിലയുറപ്പിക്കുന്ന കർഷകരുടെ നാടാണ് ഈ താലൂക്ക് എന്നതാണ്. സ്വാഭാവികമായും ഈ താലൂക്കിലെ 2 അസംബ്ലി മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിലെ കർഷകർ നെൽകൃഷിയായാലും മറ്റു കൃഷികളായാലും അതത് മേഖലകളിൽ എത്രയോ വർഷങ്ങളുടെ അനുഭവ പാരമ്പര്യമുള്ള വ്യക്തിത്വങ്ങളാണ്. സ്വാഭാവികമായും നിങ്ങളുടെ മേഖലയിൽ ഇവിടെ ഡിജിറ്റൽ ലിറ്ററസി എന്ന നിലയിൽ സാങ്കേതിക വിദ്യയുടെ സാക്ഷരത ഫലപ്രദമായി വിനിയോഗിക്കാൻ, കിട്ടുന്ന അവസരങ്ങളെ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുക എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. നമുക്ക്
അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2030 AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സർവ്വവ്യാപനം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് 2 വർഷം മുമ്പ് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വരുമ്പോൾ അതിനെ ബില്ലിനെ സംബന്ധിച്ച് ഭരണപക്ഷത്തു നിന്നും 10 മിനിറ്റ് സംസാരിക്കാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ആ അവസരത്തിൽ മംഗലപുരത്തെ ഈ ഡിജിറ്റൽ സർവകലാശാലയുടെ കോളേജ് നിലനിൽക്കുന്ന ആ സ്ഥാപനത്തിലെ അധ്യാപകനായ അജിത്ത് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, ഞാൻ അദ്ദേഹത്തെ നേരിൽ വിളിച്ചു. അദ്ദേഹം വൈകുന്നേരം വന്നു. തലേ ദിവസം ഏതാണ്ട് 3 മണിക്കൂർ ആ വിഷയം സംബന്ധിച്ച് ഡിസ്കഷൻ നടത്തി. തള്ളേണ്ടവയെ തള്ളി ഇത് ഒരു നമ്മുടെ 10 മിനിറ്റ് നമുക്ക് കിട്ടുമ്പോൾ അത് ആ രത്ന ചുരുക്കത്തിൽ അവതരിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു വേളയിലാണ് ഈ മേഖലയുടെ അനന്ത സാധ്യതകളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. മീൻസ് വിവര സാങ്കേതിക വിദ്യ എല്ലാ മേഖലയിലും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഡോക്ടർമാരുൾപ്പെടെ ഇനി ഈ പറയുന്ന സേവനമുണ്ടോ എന്നത് ഇതിൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ വരുമ്പോൾ പിന്നെ അതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നൊരു കാലം കൂടിയാണ്. സ്വാഭാവികമായും ഇതിൻ്റെ നല്ല ഗുണവശങ്ങളെ നമുക്ക് എല്ലാ മേഖലയിലും നടപ്പിലാക്കാൻ സാധിക്കണം. അതിലേറ്റവും പ്രാധാന്യമേറിയൊരു മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്ദേശിക്കുന്ന ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഈ വർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വ്യാപനം, അതിൻ്റെ കച്ചവടം ഇത്യാദി കാര്യങ്ങളിൽ നല്ല പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി പൊതുവിൽ കൃഷി വകുപ്പും കൃഷിമന്ത്രിയും ഉൾപ്പെടെ താല്പര്യത്തോടു കൂടി അതിന് പ്രത്യേകമായ സിമ്പോസിയങ്ങളും ക്യാമ്പുകളും അതോടൊപ്പം തന്നെ പ്രദർശനങ്ങളുമെല്ലാം പൊതുവിൽ തിരുവനന്തപുരത്തും മറ്റു പല പ്രദേശങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിലേക്ക് നമുക്ക് മാറണമെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ കാർഷിക മേഖലക്കകത്ത് ഇത്തരം വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡ്രോണിൻ്റെ ഉപയോഗം എങ്ങനെയാണ് കാലാവസ്ഥയെ സംബന്ധിച്ച് പഠിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങളിൽ ശ്രദ്ധേയമായ നിലയിലേക്കുള്ള സംഭാവനകൾ പകർന്നു നൽകാൻ ഈ ക്ലാസ്സിന് സാധിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് കുറയുമ്പോൾ റീചാർജ് ചെയ്യുന്നത് പോലെ ഇവിടെ രാവിലെ 10 മണിക്ക് വന്ന് വൈകുന്നേരം 4 മണിക്ക് പോകുമ്പോൾ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ നൂതനമായ സാധ്യതകൾ വെട്ടി തുറക്കാനും നിങ്ങളുടെ കൃഷി അതിൻ്റെ ഉൽപ്പാദനമായാലും അതിൻ്റെ രീതികളും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ആധുനികമായ അറിവുകൾ ലഭിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്വാഭാവികമായും അതിൻ്റെ പ്രചാരകരും അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ മാറിയാൽ അതിൻ്റേതായ ഗുണം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർമാരായി അതത് കൃഷിയിടങ്ങളിൽ മാറുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇത്തരം കാര്യങ്ങളിൽ വളരെ അഡ്വാൻസ്ഡാണ്. നമ്മുടെ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ ഗവൺമെൻറ് തന്നെ 2 മാസത്തെ അധ്യാപക പ്രത്യേകമായ ക്ലാസ്സുകൾ ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര അപ്ഡേഷൻ ഇല്ലാത്ത ഒരാളാണ്. ഞാൻ മറികടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇത്തരം പ്രായോഗികമായ അറിവുകളെ വളരെ ഫലപ്രദമായി നമുക്ക് നമ്മുടെ മേഖലക്കകത്ത് നടപ്പിലാക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും ആ നിലയിലേക്കാണ് നമ്മുടെ നാടിപ്പം. 10 വർഷം മുമ്പ് നമ്മൾ ആരെങ്കിലും ഗൂഗിൾ പേ ഉപയോഗിച്ചിരുന്നു? ഇല്ല. ഇപ്പോൾ നമ്മളൊരു ഒരു 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 കുപ്പി വെള്ളം വാങ്ങിയാൽ പോലും നമ്മൾ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നു വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത. അപ്പോൾ അതുകൊണ്ട് അത് കാർഷിക മേഖലക്കകത്ത് അത്തരം സാധ്യതകൾ വരുന്നതിനെ മുൻകൂട്ടി കൊണ്ട് തന്നെ മനസ്സിലാക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾക്കാണ് ഇവിടെ ഫാർമേഴ്സ് സൊസൈറ്റി ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് എന്നതാണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. തീർച്ചയായും ശ്രദ്ധേയമായ രൂപത്തിൽ നമുക്ക് കാർഷിക മേഖലക്കകത്ത് മുന്നോട്ട് പോവുക എന്നത് അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മേഖലക്കകത്ത് ഒന്നാമത് അനുദിനം
ആളുകൾ, പ്രത്യേകിച്ച് കർഷകർ, പുതിയ തലമുറ കർഷകരെല്ലാം കുറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവണത, ഈ IT മേഖലയിൽ ഉൾപ്പെടെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ ആ മേഖല മതിയാക്കി ചില ഈ മേഖലക്കകത്ത് വിജയിച്ച ചില അവരുടെ വിജയഗാഥകളുടെ കാര്യം ഉൾപ്പെടെ നമ്മുടെ ഈ ആലത്തൂർ താലൂക്കിലെ പ്രദേശത്ത് ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ സാധ്യതകളും ഇതിൻ്റെ വെല്ലുവിളികളും നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിലേക്ക് നിങ്ങൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയിരിക്കുന്നു. തീർച്ചയായും എൻ്റെ പ്രസംഗത്തിനപ്പുറത്തേക്ക് ഇതിൻ്റെ ക്ലാസ്സുകളാണ് ഏറ്റവും പ്രധാനം. ആ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വളരെ കൃത്യമായി ഇതിൻ്റെ പ്രായോഗികമായ ജ്ഞാനം കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അത്തരമൊരു വേദി ഇവിടെ ഇതിൻ്റെ ഭാരവാഹികൾ, വകുപ്പുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുക്കുന്നു എന്നത് ഏറ്റവും പ്രശംസനീയമായ കാര്യമാണ്. ആ നിലയിലേക്ക് വളരെ അപ്ഡേറ്റായ നിലയിലേക്ക് ഇത്തരമൊരു ക്ലാസ് സംഘടിപ്പിച്ചു. തീർച്ചയായും ഇത്തരമൊരു വേള രാവിലെ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു.